സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഒരു പുതിയ വർഷം നമുക്ക് ആഗതമായിരിക്കുകയാണ്. 2026 എന്നുള്ള വർഷം അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവികമായിട്ടുള്ള നന്മകൾ പ്രാപിക്കുന്ന വർഷമായി തീരട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. 2026 വർഷത്തിൽ 2026 യോഹന്നാൻ 20:26 ജോൺ 20:26 എന്ന വാക്യത്തെ ആസ്പദമാക്കി 2-3 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ പശ്ചാത്തലം നമുക്കറിയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന രണ്ടാമത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സമയമാണ്. ഒന്നാമത് പ്രത്യക്ഷനായപ്പോൾ അവിടെ തോമസിലായിരുന്നു. രണ്ടാമത് പ്രത്യക്ഷനായപ്പോൾ വാതിൽ അടച്ചിരിക്കെ യേശു ക്രിസ്തു അവിടെ മധ്യത്തിൽ ആയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. സമാധാനം എന്ന് പറയുന്നത് അവിടെ 3 പ്രാവശ്യം യേശു ക്രിസ്തു പറയുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ പ്രാവശ്യമാണ് അവിടെ ഈ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ച് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ദൈവികമായിട്ടുള്ള സമാധാനം അവിടെ വാഗ്ദത്തം ചെയ്യുകയാണ് യേശു ക്രിസ്തു അവിടെ ചെയ്യുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് ധ്യാനിക്കുകയാണെങ്കിൽ ഈ സമാധാനം എന്നുള്ളത് ഒരു ആത്മഫലത്തിന്റെ ഒരു ഫലമാണ് നമുക്ക് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗലാത്യർ 5:22 സ്നേഹ, സന്തോഷ, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം എന്നുള്ളതെല്ലാം ആത്മാവിന്റെ ഫലത്തിൽ ഉൾപ്പെട്ട ആ ഒരു അനുഭവമാണ്. സന്തോഷവും സമാധാനവും എല്ലാം പരസ്പര പൂരകങ്ങളാണ്. സദൃശവാക്യം 12-ാം അധ്യായം പറയുന്നത് സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷം ഉണ്ട് എന്നുള്ളതാണ്. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുന്ന ആ സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തുവിനെ നാം ഉള്ളിൽ സ്വീകരിച്ചവരാണ്. എത്തുന്നങ്ങൾ ദൈവത്തിന് മാത്രം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് അരുളി ചെയ്തുകൊണ്ട് ദൈവികമായിട്ടുള്ള സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. യേശു ക്രിസ്തു തന്നെയാണ് സമാധാനം എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതെല്ലാം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ച അവസരങ്ങളാണ്. യേശു ക്രിസ്തുവിൽ കൂടെ ചൊരിയപ്പെട്ട സമാധാനമാണ് ദൈവം നമുക്ക് നൽകപ്പെട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുതും അരുത് എന്ന് അവിടെ പറയുകയാണ്. ലോകം തരാത്ത സമാധാനം യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവർ, ലോകത്തിലെ മദ്യവും മയക്കുമരുന്നും അല്ല, ചെറിയ താൽക്കാലികമായുള്ള സന്തോഷവും സമാധാനവും ഒക്കെ തരുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവികമായിട്ടുള്ള സമാധാനം നിത്യമായുള്ള സമാധാനമാണ്. ആ ലോകം തരാത്ത ദൈവികമായിട്ടുള്ള സമാധാനം, സന്തോഷവും നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ കാൽവരി ക്രൂശിൽ കൂടെയാണ് ഈ ഒരു സമാധാനം ദൈവം നമുക്ക് നേടിത്തന്നത്. ഈ കൊലോസ്യർ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ കൊലോസ്യർ 1:20 പറയുന്ന അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാക്കി എന്ന് പറയുന്നു. അങ്ങനെ ദൈവികമായിട്ടുള്ള സമാധാനം നമ്മൾ പകരപ്പെടുന്നത് യേശു ക്രിസ്തു ആ ക്രൂശിൽ കൂടെ തന്റെ യാഗമായി, തന്റെ ശരീരം യാഗമായി സമർപ്പിച്ചതിൽ കൂടെ നമുക്ക് ലഭിച്ച ആ ഒരു നിത്യമായ സന്തോഷവും സമാധാനമാണ്. അത് നമ്മുടെ ജീവിതത്തിലും അതിൽ കഷ്ടതയുടെ നടുവിലൂടെയുള്ള സമാധാനമാണ് ദൈവികമായിട്ടുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ ക്രിസ്തീയ സമാധാനം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സമാധാനത്തിന്റെ വാഗ്ദത്തം യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കണം. ലോകത്തിലുള്ള കഷ്ടത്തിന്റെ മധ്യത്തിൽ, ലോകത്തിലുള്ള ആ ഒരു രോഗത്തിന്റെയും പ്രയാസങ്ങളുടെ മധ്യത്തിലുള്ള ദൈവികമായിട്ടുള്ള സമാധാനവും വിടുതലുമാണ് ഈ ഒരു ക്രിസ്തീയ സമാധാനം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇന്ന് ലോക സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും, പല രാജ്യങ്ങൾ പരസ്പരം യുദ്ധങ്ങളുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള സമാധാനം, ലോകത്തിൽ സമാധാനം പകരുമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ലോകത്തിലുള്ള സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ സമാധാനം പകരപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായം എന്ന് പറയുന്നത് എംപ്റ്റി ടൂംസ് ആൻഡ് റിസൺ ജീസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണല്ലോ പ്രിയമുള്ളവരെ. അതൊരു പ്രത്യാശയുടെ അനുഭവമാണ്. പ്രതീക്ഷ അസ്തമിച്ച സ്ഥലത്ത് ഉദയ നക്ഷത്രമായി ഉദിച്ചു വരുന്ന ആ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഈ വർഷത്തിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതൊരു പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ അല്ലെങ്കിൽ ഒരു പുനർജീവനത്തിന്റെ അവസ്ഥ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം കെട്ടടങ്ങി എന്നിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും, സാഹചര്യത്തിൽ നിന്നും ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ സന്തോഷവും പുതിയ ഒരു പുനർജീവനവും ഈ അധ്യായത്തിൽ നമുക്ക് വെളിപ്പെടുവാൻ സാധിക്കും. ഈ അധ്യായത്തിൽ അതുപോലെ തന്നെ 2026 ആ വാക്യത്തിൽ നമുക്ക് കാണുന്നത് വാതിൽ അടച്ചിരിക്കുക എന്നുള്ളതാണ്. എല്ലാ വാതിലും കൊട്ടി അടച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന ആ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവികമായിട്ടുള്ള സമാധാനം പകരപ്പെടുന്നത് അപ്പോഴാണ്. ലോകത്തിലെ എല്ലാ വാതിലുകളും, മറ്റുള്ളവരും പ്രിയപ്പെട്ടവരും എല്ലാം നമ്മെ തള്ളിപ്പറയുമ്പോൾ, എല്ലാ വാതിലുകളും നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ആ അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ ഇടയിൽ കൂടി ആ വാതിലിനെയും മറികടന്ന് ആ വാതിലിനെയും പൊളിച്ചു കഴിഞ്ഞുകൊണ്ട് ദൈവികമായിട്ടുള്ള സമാധാന
നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുവാൻ ദൈവം ശക്തനാണ് എന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അവിടെ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നത്. എല്ലാവരുടെ നടുവിൽ നിന്നുകൊണ്ട്, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, ഭീതിയുടെ നടുവിൽ നിന്നുകൊണ്ട്, പീഡനത്തിന്റെയും പരാജയത്തിന്റെയും ഒറ്റപ്പെടത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ട് ആ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയുകയാണ്. ഈ ലോകത്തിലെ എല്ലാ ഭീതിയുടെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു ക്രിസ്തു പറയുന്നു. അതുപോലെ തന്നെ തുടർന്ന് നമുക്ക് വായിക്കുമ്പോൾ തോമസ് അപ്പോസ്തലൻ സംശയത്തിന്റെ അവസ്ഥയിലായിരുന്നു. ആ സംശയത്തിന്റെ അവസ്ഥയിൽ നിന്നും ഒരു സമർപ്പണത്തിലേക്കും ഒരു വിശ്വാസത്തിന്റെ ആണിക്കല്ലായ വിശ്വാസ പ്രഖ്യാപനത്തിലേക്കും അവിടെ തോമസ് അപ്പോസ്തലൻ വരുന്നതായി കാണുവാൻ സാധിക്കും. ഈ സംശയം നിവാരണം കൂടുതൽ വിശ്വാസത്തിലേക്കും കൂടുതൽ ബലപ്പെടുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാനും കൂടുതൽ സമർപ്പണത്തിലേക്കും പുനഃസമർപ്പണത്തിലേക്കും നമ്മെ നയിക്കുന്നു എന്ന് അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു വർഷം ഈ സംശയങ്ങളെല്ലാം മാറ്റി വിശ്വാസത്തിന്റെ നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും എല്ലാം മാറി വിശ്വാസത്തിന്റെയും ഒരു പുനഃസമർപ്പണത്തിന്റെയും വർഷമായിട്ട് മാറട്ടെ എന്നുള്ളതാണ്. ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ഒരു വാക്യം 2026 എന്നുള്ള വർഷത്തിലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2026 വാക്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ. ദൈവികമായിട്ടുള്ള സമാധാനം പകരപ്പെടുന്ന വർഷമായി മാറട്ടെ. പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു ദൈവികമായിട്ടുള്ള ഇടപെടൽ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, പ്രത്യാശയോടുകൂടിയുള്ള വർഷമായി മാറട്ടെ. വിശ്വാസത്തോടുകൂടെ, പുനഃസമർപ്പണത്തോടുകൂടി, സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു മനോഹരമായ വർഷമായിട്ട് 2026 മാറട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവികമായിട്ടുള്ള സന്തോഷവും സമാധാനവും പകരപ്പെടുന്ന ഈ ഒരു നല്ല ഒരു 2026 വർഷം, 2026 വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.